വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 8 ദിവസത്തിന് ശേഷം ഓവുലേഷൻ കഴിഞ്ഞ് 8 ദിവസത്തിന് ശേഷം എന്തെല്ലാം പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാകും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഓവുലേഷൻ കഴിഞ്ഞ് 8 ദിവസത്തിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതിനെ അപേക്ഷിച്ച് പ്രഗ്നൻസി സിംറ്റംസ് കൂടുതലായി വന്നുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 ദിവസം കഴിയുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ള ആ എഗ്ഗ് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന സമയം. ഇങ്ങനെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് സിംറ്റംസ് അതിനനുസരിച്ച് ഒരുപാട് കൂടിക്കൂടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയം ഈ 8 ദിവസത്തിന് ശേഷമുള്ള സമയമാണ്. യൂട്രസിലെ ബേബിയെ അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു യൂട്രസ് ഒരുങ്ങുന്ന ആ ഒരു ടൈമിൽ നിങ്ങളിൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനും ഈ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് വഴി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുവാനും ഒക്കെ കാരണമാകും. അപ്പോൾ ഈ 8 ദിവസത്തിന് ശേഷമുള്ള ഓവുലേഷൻ കഴിഞ്ഞ് 8 ദിവസത്തിന് ശേഷമുള്ള പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ സിംറ്റം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇംപ്ലാന്റ് നടക്കുന്ന സമയമാകുമ്പോൾ അടുത്ത നടക്കുന്ന ഒരു കാര്യം ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഉണ്ടായി തുടങ്ങും. ഇപ്പോൾ ഒരു 8 ദിവസം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ആ ഇംപ്ലാന്റേഷൻ നടന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിൽ ചെറുതായിട്ടുള്ള ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടാകുന്ന പീരിയഡിനേക്കാളും വളരെ കുറച്ച് ബ്ലഡ് ഫ്ലോ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആ കളറിനെ അപേക്ഷിച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഒരു കളറിലായിരിക്കും ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് നേരിയ ഒരു ക്രാമ്പിംഗ് ഉണ്ടാകും. പക്ഷേ അത് പീരീഡിൻ്റെ ഫ്ലോയിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പീരീഡിൻ്റെ പെയിനിനെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടുള്ളൊരു പെയിനായിരിക്കും നിങ്ങളിൽ ഉണ്ടാകുന്നത് കേട്ടോ. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് തലകറക്കവും തലവേദനയുമാണ്. നമ്മളിൽ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് ബ്ലഡിൻ്റെ സർക്കുലേഷനും അതുപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷനിലെ വോളിയവും വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തലകറക്കവും തലവേദനയും ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത് നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മാക്സിമം ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മളൊരു 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും ആ തലവേദന കുറയാനും തലകറക്കം മാറാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ മാക്സിമം ഫ്ലൂയിഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ആയിട്ട് ജ്യൂസ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കാനും ഫ്രൂട്ട്സ് കഴിക്കാനും ഒക്കെ നിങ്ങൾ ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഈ തലകറക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും നിലത്തിരിക്കാനോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക. തലകറക്കം വന്ന് നിങ്ങൾ ഫെയിൻ്റായി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഗ്യാസ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിൽ ഹോർമോൺ ലെവൽ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഇത് ബാധിക്കും. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഇത് എഫക്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളിൽ ഡൈജഷൻ സ്ലോ ആവുന്നതിനനുസരിച്ച് കോൺസ്റ്റിപ്പേഷൻ അവിടെ രൂപപ്പെടും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മോഷൻ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, നിങ്ങൾ ബലം പിടിക്കേണ്ടി വരിക അല്ലെങ്കിൽ ബൗൾ രൂപത്തിലുള്ള മോഷൻ പോവുക, ഇതെല്ലാം കോൺസ്റ്റിപ്പേഷൻ്റെ സിംറ്റംസ് ആയി വരുന്നത്. ഇങ്ങനെ നിങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിപ്പേഷൻ നേരെ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകാനായിട്ടും ഒക്കെ കാരണമാകും. അപ്പം നിങ്ങളിൽ ഈ കോൺസ്റ്റിപ്പേഷൻ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നത് വഴി നമ്മുടെ ഇലക്കറികളൊക്കെ, ചീര അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ കഴിക്കുമ്പോഴേക്കും നിങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ വരാനായിട്ടുള്ള ചാൻസസ് കുറയും. അപ്പോൾ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നതും അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതും ഈ ഒരു ടൈമിൽ നല്ലതായിരിക്കും. അടുത്ത ഒരു സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ച്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയി തുടങ്ങുമ്പോഴേക്കും ഒബ്വിയസ്ലി കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രസ്റ്റും യൂട്രസിനെ അപേക്ഷിച്ച് ഒരുപോലെ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ബ്രസ്റ്റിൽ നല്ല പെയിൻ, നിപ്പിളിലുള്ള പെയിൻ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങും. ചിലപ്പോൾ നിപ്പിളിൽ ചെറുതായിട്ടൊരു ക്രാക്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ആ ഒരു സിംറ്റം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്നേഴ്സ്, ബ്രാ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോ ടൈം ആകുമ്പോൾ കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല, ടൈറ്റ് ആകും. അതുപോലെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ സൈസ് വേറൊരു സൈസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്നേഴ്സ് ആ ഒരു ടൈമിൽ നിങ്ങൾ ധരിക്കണം കേട്ടോ. ഇറുകി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ പിന്നെയും കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാകും.
അടുത്തൊരു സിംറ്റമാണ് മോർണിംഗ് സിക്നസ് സ്റ്റാർട്ട് ചെയ്യുക. മോർണിംഗ് സിക്നസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, വോമിറ്റിംഗ് ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ ഹാർട്ട് ബേൺ ഉണ്ടാകും. ഇതെല്ലാം നിങ്ങളിൽ സ്റ്റാർട്ടായി തുടങ്ങും. അപ്പോൾ ഈ മോർണിംഗ് സിക്നസ് കണ്ടു തുടങ്ങുമ്പോഴേക്കും ശ്രദ്ധിക്കുക. എൻ്റെ കേസിൽ ഞാൻ കറക്റ്റ് 7 മണിയാകുമ്പോഴേക്കും ഛർദ്ദിക്കുമായിരുന്നു. കറക്റ്റ് 7 അടിക്കണ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ആ മഞ്ഞ കളറിലുള്ള വെള്ളം ഛർദ്ദിക്കുമായിരുന്നു. കറക്റ്റ് 7 മണിയായിരുന്നു എൻ്റെ മോർണിംഗ് സിക്നസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. 7 മണിക്ക് ആ ഒരു ടൈം ആകുമ്പോഴായിരിക്കും എനിക്ക് മോർണിംഗ് സിക്നസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നത്. അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്മെല്ല്, അതുപോലെ തന്നെ ടേസ്റ്റ്, ക്രാവിങ്, ഇതിലെല്ലാത്തിലും ചേഞ്ചസ് വന്നു തുടങ്ങും. ഇഷ്ടമായിരുന്ന പല സിംറ്റംസും നിങ്ങൾക്ക് പല സ്മെല്ലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാകുന്നൊരു സമയം ഉണ്ടാകും. ഇപ്പോൾ അതുപോലെ എന്തെങ്കിലും പൂവിൻ്റെ മണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡായിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ടാകും. സ്മെല്ലിൽ ഡിഫറൻസ് വരും. അതുപോലെ ചിലർക്കെന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് അടുത്ത് വരുന്നത് പോലും കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെയുള്ള ഓരോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അതുപോലെ ക്രാവിങ്സ് ഉണ്ടാകും. ഏതെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് കൂടുതലായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും. ചിലരൊക്കെ പറയും ഉപ്പ് കഴിക്കണമെന്ന് തോന്നും, അതുപോലെ പുളി കഴിക്കണമെന്ന് തോന്നും, മാങ്ങ, മസാല ദോശ, ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഓരോ ടെൻഡൻസീസൊക്കെ നമുക്ക് ഉണ്ടാകും, ചേഞ്ചസ് ഒക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങും. അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് യൂറിനേഷനാണ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ടൈമിൽ ഉണ്ടാകും. ഇതിങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകും. കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകും. ഇത് ഇൻക്രീസ് ആകുന്നത് വഴിയിട്ട് നിങ്ങളിൽ കിഡ്നി പെട്ടെന്ന് തന്നെ ആ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് വഴിയാണ് നിങ്ങളിൽ യൂറിനേഷൻ കൂടാനായിട്ടുള്ള ചാൻസസ് കൂടുന്നത്. ഇതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാഡറിലോട്ട് പ്രഷർ കൂടുതലായിട്ട്, നമ്മുടെ യൂട്രസിൽ നിന്ന് പ്രഷർ കൂടുതലായിട്ട് ബ്ലാഡറിലോട്ട് ചെല്ലുമ്പോഴാണ് ആ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നത്. അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് നിങ്ങളിൽ ക്ഷീണം അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് വഴിയാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും നിങ്ങളിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നത് നമ്മളെ യൂട്രസിനെ പ്രൊജസ്ട്രോൺ ഹോർമോൺ റെഡിയാക്കുകയാണ്. കുഞ്ഞിനെ അഫോർഡ് ചെയ്യാനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റെഡിയാക്കുന്നത് വഴിയിട്ട് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നത് വഴി നിങ്ങളിൽ ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടും. ഈ സമയത്തൊക്കെ എക്സസൈസൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് നല്ലതാണ്. ഈ എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ എനർജി ലെവൽ തിരിച്ചു പിടിക്കാനും നല്ല ആക്റ്റീവായിട്ടിരിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഓവുലേഷൻ കഴിഞ്ഞൊരു 8 ദിവസം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രഗ്നൻസി സിംറ്റംസ്. നിങ്ങളിതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ ഈ സിംറ്റംസ് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം നിങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന സിംറ്റംസ് ആയിരിക്കില്ല. പയ്യെ ഓരോ ദിവസം എടുത്ത് സ്റ്റാർട്ടായി വരുന്ന സിംറ്റംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബോഡിയെ നല്ലപോലെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിൽ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് കെയർ എടുക്കുക. കാരണം ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അബോർഷൻ കൂടുതലായിട്ട് നടക്കാൻ ചാൻസ് ഉള്ളൊരു ട്രൈമസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാക്സിമം കെയർ ചെയ്യുക. മിസ്കാരേജ് ഒഴിവാക്കാനുള്ള എല്ലാ വഴികളും നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കുക, ഫൈബർ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക. അതുപോലെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ടെൻഷൻ അടിക്കേണ്ട. ആ ചെറിയൊരു സ്പോട്ടിംഗ് ആയിരിക്കും നിങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മിസ്കാരേജ് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബേബി കെയർ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.